വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം കർത്താവ് ഈശോ മിശിഹായുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും കൃപകളും നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ധ്യാന വിഷയം ദൈവത്തിൻ്റെ പരിശോധനയും സാത്താൻ്റെ പ്രലോഭനവും. ദൈവത്തിൻ്റെ പരിശോധന, സാത്താൻ്റെ പ്രലോഭനം. ഇതേക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മളെ പരിശോധിക്കുന്നു, സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് വായിക്കുക: പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കുന്നില്ല. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പരീക്ഷ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. തിന്മയാലാണ്, സാത്താനാണ് നമ്മെ പരീക്ഷിക്കുന്നത് എന്ന് ഇവിടെ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷ എന്ന വാക്കിനകത്ത് ബൈബിളിൽ പലപ്പോഴും സന്ദർഭങ്ങളനുസരിച്ച് അതിന് 2 അർത്ഥങ്ങൾ നൽകാറുണ്ട്. പരീക്ഷ എന്ന വാക്കിന് തന്നെ പല സന്ദർഭമനുസരിച്ച് അതിന് അർത്ഥം മാറാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശോധന എന്നതിന് ഇംഗ്ലീഷിൽ ടെസ്റ്റ് എന്ന് പറയും. ടെസ്റ്റ് എന്ന് പറയും. അത് ദൈവം നമുക്ക് നൽകുന്നതാണ്. പരിശോധന ദൈവം നമുക്ക് നൽകുന്നു. എന്നാൽ പ്രലോഭനം എന്നുള്ളത്, അല്ലെങ്കിൽ ടെംപ്റ്റേഷൻ, ഇത് സാത്താനിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ബൈബിളിൽ ഈ പരിശോധനയ്ക്കും പ്രലോഭനത്തിനും ഒരേ പദമാണ് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഏത്? പരീക്ഷ എന്ന വാക്കിനകത്ത് പ്രലോഭനമെന്ന അർത്ഥവും പരിശോധന എന്ന അർത്ഥവും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടെ മാറി വരുന്നുണ്ട്. അപ്പം ഇത് പരീക്ഷ എന്ന വാക്കിനി നമ്മൾ കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, ഇത് പ്രലോഭനമാണോ, പ്രലോഭനമാകുന്ന പരീക്ഷയാണോ, പരിശോധനയാകുന്ന പരീക്ഷയാണോ എന്ന് അവിടെയുള്ള സാഹചര്യമനുസരിച്ച്, എന്ന് പറഞ്ഞാൽ എഴുതിയ വചനത്തിൻ്റെ മുകളിലും താഴെയുമുള്ള സന്ദർഭമനുസരിച്ചാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ പ്രലോഭനം എപ്പോഴും വരുന്നത്, പ്രിയമുള്ളവരെ, സാത്താനിൽ നിന്നാണ്.
ദൈവം ഒരിക്കലും ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. അങ്ങനെ വേണം നമ്മളിവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണാനായിട്ട്. എന്നാൽ ദൈവം ഒരിക്കലും ആരെയും തിന്മയാൽ പ്രലോഭിപ്പിക്കുന്നില്ല, പരിശോധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരിക്കലും പറയരുത്. എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ദൈവമാണ് എന്നെ പ്രലോഭിപ്പിച്ചത്, ദൈവം പ്രലോഭിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ വീണു പോയത്, എനിക്ക് വീഴ്ചയുണ്ടായത്, ഈ അബദ്ധം പറ്റിയത് എന്ന് ഒരിക്കലും ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ തിന്മയാൽ നമ്മളെ പരീക്ഷിക്കുന്നില്ല. അപ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്നൊരു വാക്ക് ഇവിടെ പറയുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും പരീക്ഷിക്കപ്പെടും. ഏതൊരു വ്യക്തിയും ക്രിസ്തീയ ലോകത്തിലേക്ക് ജനിച്ചു വീണ ഒരു ദൈവ പൈതല്, ആ വ്യക്തി തീർച്ചയായും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അവർ പരീക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പരീക്ഷിക്കപ്പെടുമ്പോൾ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നതെല്ലാം ടെസ്റ്റിംഗ് ആണ്. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഒരു കാറ് അത് ഡിസൈൻ ചെയ്ത് അത് ബോഡി എല്ലാം ഷേപ്പ് ചെയ്ത് എൻജിനെല്ലാം കയറ്റി അതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് കമ്പനി അത് പുറത്തിറക്കുമ്പോൾ ആദ്യം തന്നെ അത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. കമ്പനി തന്നെ ഉണ്ടാക്കിയ ഒരു കാറാണെങ്കിലും ആ കമ്പനി ആ കാറ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഷോപ്പിലോട്ട് കയറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ ഏതൊരു ദൈവ പൈതലിനും അവരുടെ ജീവിതത്തിൽ ടെസ്റ്റിങ് ഉണ്ടാകുന്നു. അതിനെ പരിശോധന എന്ന പേര് അല്ലെങ്കിൽ പരീക്ഷ എന്ന പേര് ബൈബിളിൽ പലപ്പോഴും പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദൈവം നമ്മളെ എന്തിനാണ് പരിശോധിക്കുന്നത്? ദൈവത്തിൽ നിന്നുണ്ടാകുന്ന പരിശോധന അല്ലെങ്കിൽ ഈ പരീക്ഷ അതെന്തിനാണ്? നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ, നമ്മുടെ വിശുദ്ധിയെ ഉറപ്പിക്കാൻ, ഉറയ്ക്കപ്പെട്ട് നമ്മുടെ ആധ്യാത്മികത വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം അത് നമുക്ക് നൽകുന്നത്. പത്രോസ്ലിയായുടെ ലേഖനത്തിൽ 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം, അല്പകാലത്തേക്കുള്ള വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് ആ പരീക്ഷയെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അല്പകാലത്തേക്കുള്ള വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. അപ്പോൾ ദൈവം ഒരുക്കുന്ന പരിശോധന അല്ലെങ്കിൽ പരീക്ഷ ആണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ തിരിച്ചറിയാം? 2 കാര്യങ്ങൾ. ഒന്ന്, അതിനകത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വലിയ സന്തോഷമുണ്ടാകും. അകത്ത് അന്തരാത്മാവിൽ ബാഹ്യമായിട്ട് നമുക്ക് ശാരീരികമായ വേദന കാണും, പ്രയാസങ്ങൾ കാണും, ബുദ്ധിമുട്ടുകൾ കാണും. അത് പുറമേ ഉള്ളത്, അത് സ്വാഭാവികമാണ്. എന്നാൽ അന്തരാത്മാവിൽ നമുക്ക് വലിയ സന്തോഷമുണ്ടാകും ദൈവം അനുവദിക്കുന്നതാകുമ്പോൾ. അതാണ് അല്പകാലത്തേക്കുള്ളത്. ഇപ്പോൾ പ്രസവിക്കുന്ന സ്ത്രീകൾ ഗർഭാരിഷ്ടതകൾ ആർക്കാ ഉള്ളത്? പ്രസവിക്കുന്നവർക്കാ ഉള്ളത്.
പ്രസവിക്കുന്ന ഏതൊരു സ്ത്രീകൾക്കും പ്രസവവുമായി ബന്ധപ്പെട്ട ഗർഭ അരിഷ്ടതകൾ അവർക്കുണ്ടാകുന്നു. എന്തെല്ലാം ശാരീരിക പീഡകളാണ്. നടുവേദന, കാൽവേദന, വയറുവേദന, ശരീരമാകമാനം അതിശക്തമായ വേദനകൾ കയറി ഇറങ്ങിയും വന്നുകൊണ്ടിരിക്കും. പ്രസവ സമയത്തോ അതികഠിനമായ വേദനയാണ്. വാവിട്ട് കരയുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സ്ത്രീക്ക്, പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് ശക്തമായ വേദനകളും കരച്ചിലും എല്ലാം ഉള്ളപ്പോഴും ആ സ്ത്രീയുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമാണ്. എന്താ കാരണം? ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കുക, ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാകുക, എനിക്കൊരു കുഞ്ഞിനെ കാണുക. 9 മാസത്തിലധികം ഉദരത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്നൊരു കുട്ടിയെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ പോവുകയാണ്, കയ്യിലെടുക്കാൻ പോവുകയാണ്. ഞാനൊരു കുഞ്ഞിനെ കാണാൻ പോവുകയാണ്, എനിക്കൊരു കുഞ്ഞുണ്ടാകുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ്. എന്നാൽ ബാഹ്യമായ വിധത്തിൽ ശാരീരികമായ വേദനയുണ്ട്. അത് സ്വാഭാവികമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെയാണ് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളെ പരിശോധിക്കുമ്പോൾ, ദൈവം അനുവദിച്ച ആ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ, ഒന്ന്, നമുക്ക് ശാരീരികമായ അതുമൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ പല വിധത്തിലുണ്ടാകാം, മാനസികമായിട്ടുണ്ടാകാം. എന്നാൽ ആ വ്യക്തിയുടെ അന്തരാത്മാവിൽ വലിയ സന്തോഷമായിരിക്കും. 2, ദൈവം അനുവദിക്കുന്ന പരിശോധനയോ പരീക്ഷയോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങോ ആണെങ്കിൽ ദൈവം അനുവദിക്കുന്ന ആ സമയം കഴിയുമ്പോൾ അത് എടുത്തു മാറ്റും ദൈവം. ദൈവം ഒരു നിശ്ചിത സമയ നേരത്തേക്ക് മാത്രമേ ആ പരിശോധന കാണുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശോധന അതിനൊരു നിശ്ചിത കാല അളവ് ഉണ്ട്. ആ കാല അളവ് കഴിയുമ്പോൾ ദൈവം അതെടുത്ത് മാറ്റും. എന്നേക്കും അത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. 1 കൊരിന്തോസ് 10-13 തിരുവചനം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി ദൈവം നിങ്ങൾക്ക് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം അനുവദിക്കുന്ന പരിശോധനകൾ, പരീക്ഷകൾ, ഇവയെല്ലാം അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ ദൈവം എടുത്ത് മാറ്റിയിരിക്കും. മറ്റൊന്ന്, ദൈവം അനുവദിക്കുന്ന ഏത് പരിശോധനയായിക്കോട്ടെ, പരീക്ഷയായിക്കോട്ടെ, അവയ്ക്കെല്ലാം അവയെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു ശക്തി ദൈവം നമുക്ക് നൽകി കഴിഞ്ഞിട്ടേ ആ പരീക്ഷ നമുക്ക് നൽകിയുള്ളൂ. ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏത് പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ഒരു പരീക്ഷ, ഒരു ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായെന്ന് തോന്നിയാലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ളൊരു ശക്തി ദൈവം നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കാതെ ആ പരിശോധന, ആ പരീക്ഷ ദൈവം നിങ്ങൾക്ക് അനുവദിക്കുകയില്ല. ഇപ്പോൾ പഠിപ്പിക്കാതെ പരീക്ഷ ഇടുവോ? പിള്ളേരെ പഠിപ്പിക്കാതെ പരീക്ഷ ഏതെങ്കിലും അധ്യാപകർ ഇടുവോ? ഒരിക്കലും ചെയ്യുകയില്ല. നമ്മൾ കേട്ടിട്ടില്ല. 10 മാസം പഠിപ്പിക്കും. 10 മാസം അവരെ പഠിപ്പിച്ചതിന് ശേഷം, പാഠം മുഴുവൻ പഠിപ്പിച്ചതിന് ശേഷമാണ് ആ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോഴാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഇതുപോലെ ഏത് പ്രലോഭനങ്ങളോ പരീക്ഷകളോ പരിശോധനകളോ ദൈവം നമുക്ക് അനുവദിക്കുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും മനസ്സിലാക്കുക, അവിടെ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവം അത് നൽകാതെ നമ്മുടെ മേൽ എടുത്താ പൊങ്ങിയല്ലാത്തൊരു ഭാരം വയ്ക്കുകയില്ല. ആമേൻ. നമുക്കറിയാം, 10 വയസ്സുള്ളൊരു കുട്ടി
10 വയസ്സുള്ളൊരു കുട്ടി എത്രയാ? ഒരു 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ തലയിലേക്ക് ഒരു 25 കിലോ ഉള്ള ഭാരം ഒരു ചാക്ക് കെട്ട് നമ്മൾ എടുത്തു വെക്കുവോ? നമ്മളൊരിക്കലും ചെയ്യുകയില്ല. ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. നിങ്ങൾ ചെയ്യുമോ? നമ്മളാരും ചെയ്യുകയില്ല എന്ന് തോന്നുന്നു. 25 കിലോ ഭാരം നമ്മൾ ഒരിക്കലും വെക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 20 വയസ്സുള്ളവൻ്റെ തലയിലേക്ക് നമ്മൾ 25 കിലോ വെച്ചെന്നിരിക്കും. കാരണം അവൻ അത് എത്രമാത്രം വഹിക്കുവാൻ, ചുമക്കുവാൻ, അത് ചുമന്നുകൊണ്ട് നടക്കുവാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. അവന് വഹിക്കാൻ പറ്റുന്ന ഭാരം എത്രയുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അതിനനുസരിച്ചുള്ള ഭാരം നമ്മൾ നമ്മുടെ മക്കളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പരീക്ഷണ ഘട്ടങ്ങളിലൂടെ, ഒരു പരീക്ഷയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ അതിജീവിക്കാനുള്ള ശക്തി, എനർജി, പവർ ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയണം നമ്മൾ. ഞാൻ ആരാണ്? ഇത് ദൈവം നൽകിയതാണ്. അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം എൻ്റെ ഉള്ളിൽ നൽകിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ കൃപയിൽ, ആ ശക്തിക്കാണ് കൃപ എന്ന് പറയുന്നത്, ആ കൃപയിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ പരീക്ഷയും പരിശോധനകളും എല്ലാം അപ്രത്യക്ഷമാകുന്നത് കാണാം. അതിൻ്റെ മേൽ ജയാളിയായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളുടെ ശക്തിക്കതീതമായ ഒരു പ്രലോഭനവും നിങ്ങൾക്കുണ്ടാകുന്നില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും പത്രോസ്ലിയുടെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചു എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. അപ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ ദൈവം നമുക്ക് പരിശോധനകൾ അനുവദിച്ചെന്നിരിക്കും. ഇപ്പം ജോബിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത് കൊണ്ടാണ്, ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് തിന്മ പരീക്ഷിക്കാൻ വന്നത്. അങ്ങനെ വന്നപ്പോഴും ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴില്ല. ഈ പിശാച് അവനെ പരീക്ഷിച്ചാൽ അതിനെ അതിജീവിക്കാനുള്ള ദൈവാശ്രയം, കൃപയും അവനിലുണ്ടെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ പരിശോധനയിലൂടെ അവനെ കടത്തിവിട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി മറ്റൊന്ന്, തിന്മ നമ്മളെ പ്രലോഭിപ്പിക്കും. അപ്പോൾ തിന്മ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ പ്രിയമുള്ളവരെ പരീക്ഷ എന്ന ആ അർത്ഥത്തിൽ തന്നെ പലയിടത്തും സൂചിപ്പിക്കാറുണ്ട്. തിന്മ കൊണ്ടുവരുന്ന, സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെയും പരീക്ഷ എന്ന പേരിലാണ് പലയിടത്തും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തിന്മ കൊണ്ടുവരുന്നത്, പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനം, ടെംപ്റ്റേഷൻ, അവൻ നമ്മളെ പ്രലോഭിപ്പിക്കുക അല്ലേ? ആ ഔവായെ പ്രലോഭിപ്പിച്ചതുപോലെ നമ്മളെ പ്രലോഭിപ്പിക്കും. ദൈവം നമ്മളെ പ്രലോഭിപ്പിക്കുന്നയാളല്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, അഡ്വർടൈസ്മെൻറ്റ് കാണിച്ച്, നീ ഇത് ധരിച്ചാൽ, നീ ഇത് ഉപയോഗിച്ചാൽ നീ സുന്ദരിയാകും, നീ സുന്ദരനാകും, അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞ് മായം ചേർത്ത് അവതരിപ്പിക്കുന്നയാളല്ല യേശു. എന്നാൽ സാത്താൻ അത് ചെയ്യും. നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലരും എന്നായും സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ തിരിച്ചറിയാതെ അതിനകത്ത് വീണു പോകാറുണ്ട്. നമുക്ക് യേശുവിനെ നോക്കുക. യേശു മരുഭൂമിയിലേക്ക്, യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ മരുഭൂമിയിലേക്ക് യേശു പോയി. യേശുവിനെ പ്രലോഭിപ്പിക്കുവാൻ സാത്താൻ വന്നു. 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം സാത്താൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അവനെ അപ്പം കാണിച്ചുകൊണ്ട് അവനെ പ്രലോഭിപ്പിക്കുക. നീ ഇപ്പോൾ വിശന്നിരിക്കുകയല്ലേ, നീ ഇത് കഴിച്ചേ,
നീ ഇത് കഴിക്ക്, നീ ഒന്ന് ആശീർവദിച്ചു കഴിഞ്ഞാൽ അപ്പമാകും, നിന്റെ വിശപ്പ് മാറ്റാൻ പറ്റും. കണ്ടോ, അവൻ വിശന്നു എന്ന് അറിഞ്ഞ് അവൻ വിശന്നിരുന്ന സമയത്ത് പിശാച് അവൻ്റെ അടുക്കൽ വന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ദൈവജനങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബലഹീനത ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് പിശാച്. നമ്മുടെ വീക്ക് പോയിന്റ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് പിശാച്. അതിനുള്ള സാഹചര്യം എപ്പോഴാണോ ആ സമയത്ത് പിശാച് വരും. മനസ്സിലായോ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പിശാച് ഓരോ ചിന്തയായിട്ട് വരും, നീ ആ പാപം ചെയ്യുക. മനസ്സിലായോ? നീ കോപിഷ്ഠനാണെങ്കിൽ ആ സമയത്ത് പിശാച് വരും, നിന്നെ ആ മേഖലയിൽ പാപം ചെയ്യിപ്പിക്കും നിന്നെ. അപ്പോൾ ഏത് വ്യക്തികളായാലും. അപ്പോൾ പിശാച് യേശുവിൻ്റെ അടുക്കൽ പ്രലോഭകൻ വന്നു, പ്രലോഭിപ്പിച്ചു. യേശു ആ പ്രലോഭനത്തിൽ വീണോ? യേശു പ്രലോഭനത്തിൽ വീണില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി പത്രോസിനെ നോക്കുക. പത്രോസിനെ കുറിച്ച് പറയുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 22-ാം അധ്യായം 31-ാമത്തെ വാക്യം. യേശു പത്രോസിനോട് പറയുക, പത്രോസേ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന്. ഗോതമ്പ് മുറത്തിനകത്തിട്ട് ഇങ്ങനെ പാറ്റൂല്ലോ പണ്ടുള്ളവരൊക്കെ. ഗോതമ്പും നെല്ലൊക്കെ മുറത്തിലിട്ട് പാറ്റുമായിരുന്നു പണ്ട്. ഇതുപോലെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു ദിവസം മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യൂദാസിനെ നോക്കുക. യൂദാസിനെയും പിശാച് പ്രലോഭിപ്പിച്ചു. പണം കാണിച്ച് അവനെ പ്രലോഭിപ്പിച്ചു. അങ്ങനെ 30 വെള്ളിക്കാശിന് വേണ്ടി ആ പ്രലോഭനത്തിൽ ഇതാ വീണുപോയി. ആര്? യൂദാസ് വീണുപോയി. യേശുവിനെ ഒറ്റിക്കൊടുത്തു. അതിൻ്റെ അന്ത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം അനുവദിക്കുന്ന പരിശോധനകൾ, പരീക്ഷകൾ, അതെല്ലാം നമ്മളെ വിശ്വാസത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഉറപ്പിച്ച് ബലപ്പെടുത്തി കൂടുതൽ കരുത്തുള്ളവരാക്കി നമ്മളെ മാറ്റും. എന്നാൽ പിശാച് കൊണ്ടുവരുന്നത് നമ്മളെ ബലഹീനതയിലേക്ക്, അതിൽ വീണു പോകാൻ നമുക്കേറെ സാധ്യതയുണ്ട്. യൂദാസിൻ്റെ അനുഭവം നോക്ക്, അവൻ വീണുപോയി. ദാവീദിനെ നോക്ക്. ദാവീദ് ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ ബലഹീനതയിൽ അവൻ വീണുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാംസനെ നോക്ക്. സുന്ദരിയായ ഒരു സ്ത്രീയിൽ അവൾ വീണുപോയി. അനേകര് അവരുടെ ബലഹീനതകളിൽ പലപ്പോഴും വീണുപോകും. നീ ബലഹീനമാണെന്നറിയുമ്പോൾ പിശാച് വരും. ആ പ്രലോഭനത്തിൽ നിങ്ങൾ വീണു പോകാൻ ഏറെ സാധ്യതയുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനാണ് കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ശക്തി പ്രാപിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ നിറയപ്പെടണം. പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ കൃപ എന്നിലേക്ക് നിറഞ്ഞൊഴുകിയിരിക്കുന്നു, കർത്താവിൻ്റെ കരുണ എന്നിലേക്ക് കരകവിഞ്ഞൊഴുകിയിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ആയതിനാൽ ദൈവം നൽകുന്ന പരിശോധനകളെയും സാത്താൻ നമുക്ക് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെയും തിരിച്ചറിഞ്ഞ് പ്രലോഭനങ്ങളുടെ മേൽ വിജയം നേടുവാൻ, ജയാളിയായി മാറുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജയം നേടാം, വിജയം വരിക്കാം. വിജയം വരിക്കുന്നവർക്ക് സ്വർഗത്തിൽ ദൈവം ജീവൻ്റെ മന്ന വെച്ചിരിക്കുന്നു, ജീവൻ്റെ അപ്പം വെച്ചിരിക്കുന്നു, ജീവൻ്റെ ആ ഫലം വെച്ചിരിക്കുകയാണ്. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവായ യേശുവേ, ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ,
ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ, പ്രതിസന്ധികളെ, തിന്മയിൽ നിന്ന് വരുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ വീണു പോകാതെ, പ്രലോഭനങ്ങളിൽ വഴങ്ങിപ്പോകാതെ അതിനെ അതിജീവിക്കാനുള്ള കൃപ എല്ലാ മക്കളുടെ മേലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാൻ, അത് മനസ്സിലാക്കുവാൻ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ, ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ യേശുവേ ഈ മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ അത്ഭുത ശക്തിയാൽ ഇവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ. ഒരു പുതിയ അഭിഷേകം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളെയും മൊത്തം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, 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 ഗ്ലോറി. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം എല്ലാ മക്കളുടെ മേലും തലമുറകളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിലെ പരീക്ഷയിൽ സാത്താന്റെ മേൽ ജയം നേടിയ യേശുവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആ കൃപയും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത കൃപയാൽ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി കൃപയാൽ ഈ മക്കൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ, അവരുടെ ശക്തിയെ ബലപ്പെടുത്തണമേ, കൃപയാൽ അവരെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാല ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി ദൈവമേ, നന്ദി. പ്രാർത്ഥന കേട്ട ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, വാഴ്ത്തപ്പെട്ടവരെ പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ